ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ശീശു. നമുക്കൊരു കഥ കേട്ടാലോ? ഒരിടത്തൊരിടത്ത് ഉയർന്നു നിൽക്കുന്ന പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട നിഗൂഢമായ മാന്ത്രികവിദ്യകൾ ഒളിഞ്ഞിരിക്കുന്ന ഏലാറ താഴ്വര എന്നൊരു പ്രദേശം ഉണ്ടായിരുന്നു. അവിടെ ആകാശത്തോളം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന മരങ്ങളാൽ നിറഞ്ഞ ശ്യാമവനം എന്ന ഭീകരമായ കാടിനുള്ളിൽ ആരും കടന്നു ചെല്ലാൻ ധൈര്യപ്പെടാത്ത ഒരു പ്രാചീന ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ കാലങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന അനന്തമായ ശക്തിയുടെ ഉറവിടമായ ജീവൻ നൽകുന്ന ഹൃദയം എന്നൊരു മാന്ത്രിക രത്നം ഉണ്ടെന്ന് ഐതിഹ്യം പറയുന്നു. ആ രത്നം കണ്ടെത്തുന്നവർക്ക് അമരത്വം ലഭിക്കുമെന്നും പ്രകൃതിയുടെ ശക്തികളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും ആളുകൾ വിശ്വസിച്ചു. ഏലാറ താഴ്വരയുടെ അധിപനായിരുന്നു ശക്തനും ധീരനുമായ രാജാവ് വിക്രമാദിത്യൻ. അദ്ദേഹത്തിന് ആര്യൻ എന്നൊരു മകൻ ഉണ്ടായിരുന്നു. ആര്യൻ രാജകുമാരൻ ധീരനും പണ്ഡിതനുമായിരുന്നു, പക്ഷേ അല്പം ധൃതിക്കാരനുമായിരുന്നു. ഒരു ദിവസം ശ്യാമവനത്തിൽ നിന്ന് ഒരു ഭീകരസത്വം ഇറങ്ങിവന്ന് താഴ്വരയിലെ ഗ്രാമങ്ങളെ ആക്രമിച്ചു. രാജാവിന്റെ സൈന്യത്തിന് അതിനെ തുരത്താനായില്ല. ആര്യൻ രാജകുമാരൻ സ്വന്തമായി ആ സത്വത്തെ നേരിടാൻ പുറപ്പെട്ടു. എന്നാൽ ആ സത്വം അപ്രതീക്ഷിതമായി ശക്തനായിരുന്നു. രാജകുമാരനെ അത് എളുപ്പത്തിൽ കീഴ്പ്പെടുത്തി. അപ്പോഴാണ് ഒരു വൃദ്ധനായ മുനി അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹം തന്റെ മാന്ത്രികശക്തിയാൽ ആ സത്വത്തെ തടഞ്ഞു നിർത്തുകയും, രാജകുമാരാ, ജീവൻ നൽകുന്ന ഹൃദയം കണ്ടെത്തിയാൽ മാത്രമേ ഈ താഴ്വരയെ രക്ഷിക്കാൻ കഴിയൂ, അത് ശ്യാമവനത്തിലെ ക്ഷേത്രത്തിൽ നിന്നെ കാത്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ആര്യൻ രാജകുമാരൻ മുനിയുടെ വാക്കുകൾ വിശ്വസിച്ച് ജീവൻ നൽകുന്ന ഹൃദയം കണ്ടെത്താനുള്ള അപകടകരമായ യാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനറിയില്ലായിരുന്നു, ഈ യാത്ര അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നയിക്കുന്നതെന്ന്. ശ്യാമവനത്തിലേക്കുള്ള യാത്ര. മുനിയുടെ വാക്കുകൾ ആര്യൻ രാജകുമാരന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. താഴ്വരയെ രക്ഷിക്കാൻ തനിക്ക് മാത്രമേ കഴിയൂ എന്ന ചിന്ത അയാളെ മുന്നോട്ട് നയിച്ചു. പിറ്റേന്ന് അതിരാവിലെ ആര്യൻ തനിച്ചായിരുന്നു യാത്ര പുറപ്പെട്ടത്. ഭീകരമായ ശ്യാമവനത്തിന്റെ കവാടം ഇരുണ്ടതും നിഗൂഢവുമായിരുന്നു. സൂര്യപ്രകാശം പോലും അരിച്ചെത്താത്ത ആ വനത്തിന്റെ ഉള്ളിൽ ഭയപ്പെടുത്തുന്ന നിശബ്ദത തളം കെട്ടിനിന്നു. കാടിന്റെ ഓരോ ഇലയനക്കത്തിലും ഓരോ കിളിയുടെ കുറുകലിലും ഒരുതരം നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നതായി അയാൾക്ക് തോന്നി. മുന്നോട്ട് പോകുന്തോറും വഴി കൂടുതൽ ദുർഘടമായി. കൂറ്റൻ മരങ്ങളുടെ വേരുകൾ വഴിയിൽ തടസ്സങ്ങളുണ്ടാക്കി. ഇടതൂർന്ന കുറ്റിക്കാടുകൾ കാഴ്ച മറച്ചു. അയാളുടെ ധൈര്യത്തെ പരീക്ഷിക്കും വിധം വഴിയിൽ നിരവധി പ്രതിബന്ധങ്ങളുണ്ടായി. ഭീകരമായ മൃഗങ്ങൾ, വിഷപ്പാമ്പുകൾ, പെട്ടെന്നുണ്ടാകുന്ന ചതുപ്പുകൾ എന്നിവയെല്ലാം ആര്യൻ അതിജീവിച്ചു. ഓരോ ചുവടിലും തന്റെ ലക്ഷ്യം മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ. വഴിമധ്യേ ഒരു പുഴ കടന്നു പോകേണ്ടി വന്നു. ഒഴുക്ക് ശക്തമായിരുന്ന ആ പുഴയിലൂടെ നീന്തിക്കിടക്കുമ്പോൾ തളർച്ച അയാളെ പിടികൂടി. എങ്കിലും ഗ്രാമവാസികളുടെ ഭയന്ന മുഖങ്ങളും പിതാവിന്റെ നിസ്സഹായതയും അയാളുടെ കൺമുന്നിൽ തെളിഞ്ഞു. അത് അയാൾക്ക് കൂടുതൽ ശക്തി നൽകി. വജ്രത്തിന്റെ സംരക്ഷകൻ. രത്നം കയ്യിലെടുത്തതിനു ശേഷം ആര്യന് പുതിയൊരു ഊർജം ലഭിച്ചു. അവന്റെ പേശികൾ കൂടുതൽ ബലമുള്ളതായി. അവന്റെ കണ്ണുകളിൽ ഒരു പോരാളിയുടെ തിളക്കം കാണപ്പെട്ടു. അവൻ വേഗത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തുകടന്നു തിരികെ താഴ്വരയിലേക്ക് യാത്ര തുടങ്ങി. യാത്രയിൽ അവൻ വീണ്ടും ശ്യാമവനത്തിലൂടെ കടന്നുപോകുമ്പോൾ മുൻപത്തേക്കാൾ ധൈര്യത്തോടെ ഓരോ പ്രതിബന്ധത്തെയും നേരിട്ടു. വനത്തിലെ ഭീകരജന്തുക്കൾ അവനെ ഭയന്നു പിൻവാങ്ങി. വിഷപ്പാമ്പുകൾ വഴിമാറിക്കിടന്നു. അവന്റെ മനസ്സിൽ നിറയെ താഴ്വരയെ രക്ഷിക്കാനുള്ള ദൃഢനിശ്ചയമായിരുന്നു. ഒടുവിൽ ആര്യൻ താഴ്വരയിലെത്തി. അവിടെ ദുഷ്ടനായ മന്ത്രവാദി തന്റെ കറുത്ത മാന്ത്രികശക്തി ഉപയോഗിച്ച് ഗ്രാമത്തെ നശിപ്പിക്കുകയായിരുന്നു. ആളുകൾ ഭയന്ന് വിറക്കുന്നുണ്ടായിരുന്നു. ആര്യനെ കണ്ടതും അവർക്ക് ചെറിയൊരാശ്വാസം തോന്നി. ആര്യൻ നേരെ മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെന്നു. "ഇവിടെ നിർത്തുക ദുഷ്ടാ," അവൻ അലറി. "ഈ താഴ്വരയെ ഞാൻ രക്ഷിക്കും." മന്ത്രവാദി പരിഹാസത്തോടെ ചിരിച്ചു. "നിന്നെയോ? ഒരു സാധാരണക്കാരൻ എന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് നീ കരുതുന്നുണ്ടോ?" അവർ തമ്മിൽ ഘോരമായ പോരാട്ടം നടന്നു. മന്ത്രവാദി തന്റെ കറുത്ത മാന്ത്രികവിദ്യകൾ ഉപയോഗിച്ച് ആര്യനെ ആക്രമിച്ചു. എന്നാൽ ആര്യൻ കയ്യിലിരുന്ന രത്നത്തിന്റെ ശക്തിയാൽ അവയെല്ലാം അതിജീവിച്ചു. മന്ത്രവാദിയുടെ ശക്തി കുറഞ്ഞു വന്നു. ഒടുവിൽ ആര്യൻ ശക്തമായ ഒരടി മന്ത്രവാദിയുടെ നേർക്കെറിഞ്ഞു. മന്ത്രവാദി നിലത്തു വീണു. അവന്റെ ശക്തിയെല്ലാം നശിച്ചു. താഴ്വര ശാന്തമായി. ആളുകൾ ആര്യനെ രക്ഷകനായി വാഴ്ത്തി. ആര്യൻ പിന്നീട് ആ രത്നം അതേ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെച്ചു. "ഈ ശക്തി താഴ്വരയെ സംരക്ഷിക്കട്ടെ," അവൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ആര്യൻ നീണ്ടകാലം നീതിയും ധർമ്മവും അനുസരിച്ച് താഴ്വര ഭരിച്ചു.
അവൻ വജ്രത്തിന്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെട്ടു.